നമസ്കാരം. നമ്മുടെ ഭരണഘടനയും വഖഫ് ആക്റ്റും ഒക്കെയായി ബന്ധപ്പെട്ട നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ മുൻപുള്ള 2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കുറച്ച് കട്ടിയുള്ള വിഷയങ്ങളായതിനാൽ അത് മനസ്സിലാക്കാൻ അത് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഭരണഘടനയും മൗലികാവകാശങ്ങളും ഒക്കെ ഉണ്ട് എന്ന ഒരു ധാരണയിലാണ് നാം ഇതുവരെ ജീവിച്ചു വന്നത് എന്നും. എങ്കിൽ ഇപ്പോൾ എന്ത് പറ്റി എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുപ്രീം ലോയാണ്. ദ ഫണ്ടമെൻ്റൽ ലോ, അടിസ്ഥാന നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലുള്ള മറ്റെല്ലാ നിയമങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിയമവും ഇന്ത്യയിൽ പാസ്സാക്കാറില്ല, നിലനിൽക്കാറില്ല. അങ്ങനെ ഏതെങ്കിലും നിയമം പാസ്സാക്കപ്പെട്ടാൽ അത് സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായിരിക്കും. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഇന്ത്യൻ പൗരന്മാരെ ഓർമ്മിപ്പിച്ച ഒരു പ്രധാന കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നാം കണ്ണുമടച്ച് നാം തിരഞ്ഞെടുത്തയക്കുന്ന സാമാജികരെ വിശ്വസിക്കരുത് എന്നാണ്. അവർ എപ്പോഴും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പ്രതീക്ഷിക്കരുതെന്നും കോടതി പറഞ്ഞിരുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് 1995 വഖഫ് ആക്ട്. ഞാനത് വായിച്ചപ്പോൾ സത്യത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആ ആക്ടിലെ സെക്ഷൻ 108A ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ലീഗൽ ലാംഗ്വേജാണ്, മനസ്സിലാക്കാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടാണ്. The section says, the provisions of this act shall have overriding effect notwithstanding anything contained inconsistent therewith, contained in any other law for the time being in force, or in any instrument having effect by virtue of any law other than this act. അതായത് ഈ ആക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്റ്റിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് എതിരായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമങ്ങളിൽ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവയെ എല്ലാം ഓവർറൈഡ് ചെയ്യാനുള്ള അവകാശം ഈ വഖഫ് ആക്ടിലെ നിയമങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ്. ഒന്നുകൂടി വ്യക്തമായി പറയാം, ഭരണഘടനയാണ് ഇന്ത്യയുടെ അടിസ്ഥാന നിയമം, ലോ ഓഫ് ദ ലാൻഡ്. ഇതിലെന്ത് പറയുന്നു? ഇന്ത്യയിൽ നിലവിലുള്ള ഏത് നിയമങ്ങളിൽ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ആ പറയുന്നത് ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് എതിരാണെങ്കിൽ അത്തരം അവസരങ്ങളിൽ ഈ ആക്ടിനായിരിക്കും പ്രാമുഖ്യം എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു കോടതിയിൽ വഖഫ് ആക്റ്റും ഭരണഘടനയും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഭരണഘടനയിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഈ ആക്ടിലെ വ്യവസ്ഥയ്ക്കായിരിക്കും പ്രാമുഖ്യം എന്നാണ് ഈ സെക്ഷനിൽ എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ കയറിയിട്ട് ഈ വഖഫ് ആക്ട് എടുത്തിട്ട് അതിൻ്റെ സെക്ഷൻ 108A നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഭരണഘടനയോടുള്ള നഗ്നമായ വെല്ലുവിളിയല്ലേ? നമ്മുടെ പാർലമെൻറ്റിന് എങ്ങനെ ഒരു ഇത്തരത്തിലുള്ള നിയമം പാസ്സാക്കാൻ കഴിഞ്ഞു? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ ബുദ്ധിപൂർവം എഴുതി ചേർത്ത ഒന്നാണ്. ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിയമങ്ങളിലെ കുറിച്ച് ബോധവാന്മാർ അല്ലാത്തതിനാലോ അല്ല ഇങ്ങനെ എഴുതി ചേർത്തത്. ഇത് എഴുതി ചേർത്തത് ഒരു ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു. കാരണം
ഏതു വസ്തുവും പിടിച്ചെടുക്കുവാനുള്ള അവകാശം വഖഫ് ബോർഡിന് നൽകണം. അതുകൊണ്ടാണ് ഒരു പ്രമാ ഫേസി തന്നെ നമുക്ക് ബോധ്യമാവുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായ ഒരു സെക്ഷൻ ഈ ആക്ടിൽ നിലവിൽ വന്നു. ഇത്തരുണത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1978 വരെ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം ഒരു മൗലികാവകാശം ആയിരുന്നു. 1978 അത് ഭരണഘടന അമെൻഡ് ചെയ്യുകയും അതിനെ റിപ്പല് ചെയ്തിട്ട് മറ്റൊരു ആർട്ടിക്കിൾ കൊണ്ടുവന്നു, 300A കൊണ്ടുവന്നു. അതിൻ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിയമപരമായ അതോറിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇന്ത്യയിലെ ഒരു പൗരന്റെയും വസ്തു നഷ്ടപ്പെടാൻ പാടുള്ളതല്ല എന്നാണ്. അതായത് സാധാരണ വസ്തു സംബന്ധമായ കേസുകളൊക്കെ നടക്കുമ്പോൾ ഫൈനലിൽ ഒരു കോടതി ഒരു വിധി പറയും. ആ വിധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഇന്ത്യയിലെ ഒരു പൗരനും സ്വന്തം വസ്തു നഷ്ടപ്പെടാൻ പാടില്ല. അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പേഴ്സന്റെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുകയാണെങ്കിൽ, ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം, ആക്ട് പ്രകാരം വസ്തു അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ന്യായമായ പ്രതിഫലം നൽകേണ്ടതാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, വഖഫ് ബോർഡ് നിങ്ങളുടെ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യുകയും അവരുടെ രജിസ്റ്ററിൽ ഒന്നും ചോദിക്കാതെയും പറയാതെയും അവരുടെ രജിസ്റ്ററിൽ ആ വസ്തുവിനെ വഖഫായി രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കോടതിയുടെ ഇടപെടൽ ഇല്ലാതെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു നഷ്ടപ്പെടുന്നത്. കോടതിയിൽ പോകാനുള്ള അവകാശം അല്ലെങ്കിൽ അവസരം തന്നെ നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു. കൂടാതെ അങ്ങനെ എടുക്കപ്പെടുന്ന വസ്തുവിന് കോമ്പൻസേഷനായിട്ട് നിങ്ങൾക്ക് 5 പൈസ പോലും പ്രതിഫലം ലഭിക്കുകയും ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഭരണഘടനയെയും നിങ്ങൾക്കുള്ള മൗലികാവകാശത്തെയും ഈ ആക്ടിലൂടെ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടു എന്നും മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വസ്തുവിൽ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ച വീട്ടിലായിരിക്കാം ഇപ്പോൾ താമസിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമാണെന്ന ഒരു മിഥ്യാധാരണയും നിങ്ങൾക്ക് വേണ്ടതില്ല. കാരണം ഇന്ന് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകുന്ന വസ്തു ഒരുപക്ഷെ നാളെ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾക്ക് നഷ്ടം അയക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇനി വഖഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധമായ മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.